ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് താരം ജിൻഡോയെയും ജോഷിയെയും ചോദ്യം ചെയ്തു. ഷാജഹാനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷാജഹാൻ, അതായത് ഇതിൽ തനിക്ക് പങ്കില്ല, തന്നെ ആരോ കുടുക്കിയതാണ് എന്നൊക്കെയാണ് ജിൻഡോയുടെ ഒരു വാദം വരുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ആലപ്പുഴ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളവരെയൊക്കെ തന്നെ അറിയപ്പെടുന്നവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് രണ്ടുപേരെയാണ് ചോദ്യം ചെയ്തത്, ജിൻഡോയെയും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ജോഷി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുമാണ് ചോദ്യം ചെയ്തത്. ഈ രണ്ടുപേരും തസ്ലീമയായിട്ടുള്ള അടുപ്പമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചത്. ഇവിടെ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും. പക്ഷേ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇവർക്ക് ബന്ധമില്ല എന്ന് തന്നെയാണ് ഇരുവരും ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ജിൻഡോ പറയുന്നതാകട്ടെ, താൻ അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്നതാണ്, തന്നെ പലരും അറിയും, അതുകൊണ്ട് തന്നെ ഇതിൽ കുടുക്കിയതാണ്, അത് മറ്റൊരാളാണ്, ആ കുടുക്കിയത് ആരാണെന്ന് തനിക്കറിയാം, പക്ഷേ അവരുടെ പേര് വിവരം താൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ജിൻഡോ പറയുകയുണ്ടായി. എന്തായാലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചോക്ക എന്നിവരടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ഇവർക്കൊന്നും ഇപ്പോൾ നിലവിലുള്ള ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്ന് തന്നെയാണ് എക്സൈസ് പറയുന്നത്. നേരത്തെ ഇവർക്ക് അല്ലെങ്കിൽ ഇതിന് ശേഷവും മറ്റ് മയക്കുമരുന്നുകളൊക്കെയായിട്ട് പങ്കുണ്ടാവാം, പക്ഷേ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പങ്കില്ല എന്ന് പൂർണ്ണമായിട്ടും എക്സൈസ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷൈൻ ജോണിനെ തൊടുപുഴയിലെ ഒരു ലഹരി ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അത് വിമുക്തിയുടെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള എക്സൈസ് വകുപ്പ് തന്നെയാണ് അയാളെ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് അനവധി ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ എക്സൈസിന് ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ചു കഴിഞ്ഞു. അവരെയൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു റാക്കറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ എക്സൈസ് ലഭിച്ചതായിട്ടാണ് സൂചന. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്തായാലും ആലപ്പുഴയിൽ ഏതാണ്ട് കഴിഞ്ഞ 1-ാം തീയതി പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവിന് ശേഷം ഒട്ടനവധി സംഭവ വികാസങ്ങളാണ് ആലപ്പുഴയിലുണ്ടായത്. അതിലേറ്റവും ഒടുവിലാണ് ഇന്നിപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഇനി ഏത് നിമിഷവും തിരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുകൂടി പറയുകയുണ്ടായിട്ടുണ്ട്. ശരി ഷാജഹാൻ, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് ബിഗ് ബോസ് താരം ജിൻഡോയെയും ജോഷിയെയും ചോദ്യം ചെയ്തത്. തന്നെ ഇതിലാരോ കുടുക്കിയതാണ്, തനിക്കിതിലൊരു ബന്ധവുമില്ല എന്നായിരുന്നു ജിൻഡോ പറയുന്നത്. ഷാജഹാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.